Morning to all. Today we are going to discuss about basics of Tally software. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ടാലി സോഫ്റ്റ്വെയറിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ കൂടിയാണ് ടാലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ ഡെസ്ക് ടോപ്പിൽ ടാലി പ്രൈം ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടാലി പ്രൈം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പൊ അതിൽ നമ്മൾ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ ഇതാണ് നമ്മളുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേനെ തന്നെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ടോപ്പിൽ ഒരു ഏരിയ കാണുന്നുണ്ട്, ദെൻ ഇവിടെ മെയിൻ ഏരിയ ആയിട്ട് കാണുന്നുണ്ട്, ഈ സൈഡിൽ ഒരു ഏരിയ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ നമുക്ക് കാൽക്കുലേറ്റർ ഏരിയ ഉണ്ട്. അപ്പൊ ഈ ഒരു വിൻഡോനെ കുറിച്ച് നമുക്ക് ആദ്യം നമുക്കൊന്ന് പഠിച്ചു നോക്കാം. നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഒരു ടോപ്പ് ഏരിയനെ നമ്മൾ ടൈറ്റിൽ ഏരിയ എന്നാണ് പറയുന്നത്. ആ ടൈറ്റിൽ ഏരിയ തന്നെ ടാലി, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ മാനേജ്, കമ്പനി, ഡാറ്റ, എക്സ്ചേഞ്ച്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളത് ഇതിനൊക്കെ നമ്മൾ എന്ത് പറയാം, ടൈറ്റിൽ ഏരിയ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഏരിയനെ കാണുന്നുണ്ട് അല്ലെ. ഈ മെയിൻ ഏരിയനെ നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് ഏരിയ എന്നാണ് പറയാം. ഓക്കെ, വർക്ക് ഏരിയനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കമ്പനി ഇൻഫർമേഷൻ ആയിട്ടും അതേപോലെ തന്നെ ഗേറ്റ്വേ ഓഫ് ടാലി ആയിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബട്ടൺ പാനൽ എന്ന് പറയുന്നത്. പിന്നെ താഴെ കാണുന്നതാണ് കാൽക്കുലേറ്റർ ഏരിയ. ഇനി ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഈ ഒരു ടൈറ്റിൽ ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഏരിയ ആണ് കേട്ടോ. ഈ വർക്ക് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കറണ്ട് പീരീഡ് കാണാം, അതുപോലെ തന്നെ കറണ്ട് ഡേറ്റ് കാണാം, നെയിം ഓഫ് ദ കമ്പനി, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ലാസ്റ്റ് എൻട്രി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള നമ്മൾ കറണ്ട് പീരീഡ്, ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഏപ്രിൽ ഫസ്റ്റിനായിരിക്കാം അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റിനായിരിക്കാം അല്ലെ. നമുക്ക് ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഏപ്രിൽ ടു 31 മാർച്ച് വരെ ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്, ജാനുവരി ഫസ്റ്റ് മുതൽ 31 ഡിസംബർ വരെ ആയിരിക്കും നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് ഡേറ്റ് കാണിക്കുന്നുണ്ട്. ഇത് പണ്ടേ ഓപ്പൺ ചെയ്തൊരു കമ്പനിയാണ്, അതുകൊണ്ടാണ് 2010 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. പിന്നെ ആക്ടിവേറ്റ് ആയിട്ടുള്ള കമ്പനീസിന്റെ പേരും കാണിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ലാസ്റ്റ് എൻട്രിയും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതിനുശേഷം നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഗേറ്റ്വേ ഓഫ് ടാലി, ഇവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യേണ്ടത്. ലെഡ്ജേഴ്സ് ആയിക്കോട്ടെ, വൗച്ചർ എൻട്രി ആയിക്കോട്ടെ, ഇനി അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഗേറ്റ്വേ ഓഫ് ടാലി എന്ന് പറയുന്ന ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഒരു ഏരിയയിലാണ് കാണാൻ വേണ്ടി പറ്റുക. ഇനി ഈ ഒരു ഏറ്റവും കോർണർ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു കുറച്ചൊരു ഏരിയ കാണാം അല്ലെ, F2, F3 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് നമ്മൾ ബട്ടൺ പാനൽ എന്ന് പറയുന്നത്. അതായത് എല്ലാത്തിന്റെയും ഷോർട്ട് കീസ് ആണ് കേട്ടോ. നമ്മുടെ ടാലിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഷോർട്ട് കീസ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ താഴെയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ ഏരിയയും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ടാലി സോഫ്റ്റ്വെയറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ടൈറ്റിൽ ഏരിയ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കമ്പനി ഇൻഫർമേഷൻ, കറണ്ട് കമ്പനി ഇൻഫർമേഷൻസ് ഉണ്ടാകും, ആക്ടിവേറ്റ് ആയിട്ടുള്ള കമ്പനി ഇൻഫർമേഷൻസ്, അതേപോലെ തന്നെ ഗേറ്റ്വേ ഓഫ് ടാലി, ബട്ടൺ പാനൽ ഉണ്ട്, കാൽക്കുലേറ്റർ ഏരിയ ഉണ്ട്. അപ്പൊ ഇത്രയാണ് ടാലി സ്ക്രീനിന്റെ ബേസിക് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്.